ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള അധികം പഴുപ്പാകാത്ത ഈന്തപ്പഴം ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ഈന്തപ്പഴം ഉണ്ടാകുന്ന സമയമാണല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കിട്ടുന്നൊരു സമയമാണിത്. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് ഫ്രൂട്ട് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു ടൈപ്പ് ഈന്തപ്പഴം വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി പിക്കിളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതുകൊണ്ട് നല്ല ജ്യൂസും ഉണ്ടാക്കാൻ പറ്റും. ഈ ഈന്തപ്പഴം അധികം പഴുപ്പാകുന്നതിന് മുമ്പുള്ളതാണല്ലോ, അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതിനൊരു ചമർപ്പ് ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇത് വെറുതെ കഴിക്കുമ്പോൾ ഇതിനൊരു ചമർപ്പ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ടേസ്റ്റ് ഉള്ളതാണ് എന്ന്. പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഈന്തപ്പഴമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുക്കാം. ഇനി ഇത് നമ്മൾ ബോയിൽ ചെയ്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ബോയിൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ആ റോ ടേസ്റ്റ് മാറിയിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏലക്കായ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 3 വിസിലൊക്കെ അടിച്ചാൽ ശരിക്കും വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് ബോയിൽ ചെയ്തിട്ട് കുറച്ച് സമയമായി. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പാലാണ്. അപ്പോൾ നിങ്ങൾ എത്ര ഈന്തപ്പഴം എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പഞ്ചസാരയും പാലും ഒക്കെ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ പാലെടുത്തിട്ടുള്ളത് കുറച്ച് ഫ്രോസൺ മിൽക്കും കുറച്ച് സാധാരണ തണുപ്പിച്ചിട്ടുള്ള പാലുമാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോഴേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡിയാക്കും. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഏലക്കായ ചേർത്തല്ലോ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ്ക്ക് പകരം ഏതെങ്കിലും ഒരു എസെൻസ് ചേർക്കാം കേട്ടോ. ബട്ടർ സ്കോച്ച് എസെൻസോ അല്ലെങ്കിൽ ബദാം എസെൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു 1-2 ഡ്രോപ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് അടിക്കുന്ന സമയത്ത് കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് ഒന്ന് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാതെ വെറും പ്ലെയിൻ ആയിട്ട് അടിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഈന്തപ്പഴം കിട്ടുമ്പോൾ എന്തായാലും ഈ ജ്യൂസ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.